ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വൈബ് റിസോർട്ടിലാണ്. ആക്ച്വലി ഞങ്ങൾ നമ്മുടെ ഹണിമൂണിൻ്റെ ഭാഗമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാനും അമൃതയും കൂടെ വന്നതാണ്. സോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു മിനി ഗോൾഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ആർച്ചറിയുടെ ഇതുണ്ട്, ട്രാപ്പോളിനുണ്ട്. പിന്നെ നമുക്ക് ജയൻറ്റ് ചെസ്സിൻ്റെ ഒരു സാധനം ഉണ്ട് അവിടെ. ഇതാണ് ഹോട്ടലിൻ്റെ ബിൽഡിങ് വരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്യൂച്ചർ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സോ എന്താ പറയുക, അകത്ത് പോയി നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഇതാണ് നമ്മുടെ ഹണിമൂൺ സ്യൂട്ട്. ഇതിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം ഉള്ളത് ഒരു ഇൻസ്യൂട്ട് ബാത്റൂം ആണ്. ആക്ച്വലി ഇതൊരു സൂപ്പർ ബിഗ് ടോയ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജക്കൂസി ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഒരു ഷവർ റൂം ഉണ്ട്. പിന്നെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇതിൽ നമുക്ക് യാതൊരു സ്വിച്ചും കൂടെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം മോഷൻ സെൻസർ ആണ്. നമുക്കിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ വെൽക്കമിങ് ആയിട്ട് ഒരു നോട്ട് ഇവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്യൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയാ, ഇതൊരു 800 സ്ക്വയർ ഫീറ്റ് ആണ് ഈ സ്യൂട്ട് കംപ്ലീറ്റ്ലി. പിന്നെ ഈ ഒരു സ്യൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 800 സ്ക്വയർ ഫീറ്റ് ആണ് ഈ സ്യൂട്ട് കംപ്ലീറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഹണിമൂൺ സ്യൂട്ട് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. സോ നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി കാണാം. കാരണം നമുക്ക് വേണ്ടി അതുപോലെയാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബലൂൺസ് ഒക്കെ വെച്ച് ഫുൾ ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. സംഭവം കിഡുമാണ് മോനെ. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ഫുൾ ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ചെയ്ത് തന്നു എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അവരുടെ കസ്റ്റമർ സർവീസ് ഭയങ്കര പൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബാൽക്കണി തന്നെയാണ്. ബാൽക്കണിയിലേക്ക് പോകും. സംഭവം ഇപ്പൊ ഫുള്ള് കോടയായിട്ടോ. പക്ഷെ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ ഫുള്ള് കാണാം അവിടെ നിന്ന് കഴിഞ്ഞാൽ. അത്രക്കിടും അത് കോട ഇങ്ങനെ. ഒറ്റയ്ക്ക് വരത്തില്ല, നിങ്ങൾക്ക് എന്തായാലും അറിയാലോ. അപ്പം നമ്മുടെ കഥാനായകനോട് ഇരിപ്പുണ്ട്. ഹായ് ബെസ്റ്റിൻ. ഈ ഒരു വൈബ് റിസോർട്ടിനെ പറ്റി, നമ്മുടെ ഈ ഹണിമൂൺ സ്യൂട്ടിനെ പറ്റിയിട്ട് ബെസ്റ്റിന് എന്താ പറയാനുള്ളത്? ആക്ച്വലി എന്താ പറയുക, ഇതൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്.
നമ്മൾ മൂന്നാറിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി നിന്ന് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അത്യാവശ്യം നിങ്ങൾ കണ്ട പോലെ തന്നെ ഓൾറെഡി അങ്ങനത്തെ കാര്യങ്ങൾ പോലെ ഉണ്ട്. 800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുപോലെ അത്യാവശ്യം ഓട്ടോമേറ്റഡ് ആണ് സിസ്റ്റംസും കാര്യങ്ങളെല്ലാം. ക്ലൈമാറ്റിക് കൺട്രോളുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ എനിക്ക് ഏറ്റവും കസ്റ്റമർ സർവീസ്, ഇവരുടെ സർവീസ് ഇസ് വെരി ഗുഡ് ആൻഡ് നല്ല ക്ലീൻനെസ് ആണ്. അതുപോലെ എല്ലാ സിസ്റ്റവും അത്യാവശ്യം എന്താ പറയുക, ഇതിൽ 5 സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അവരും സർവീസസ് അവർ ചെയ്യുന്നുണ്ട്. സോ കൊള്ളാം. സ്പേഷ്യസ് ആണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. സ്പേഷ്യസ് ആണ്. 800 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനാണ് പോയത് കേട്ടോ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞാൽ അത് സൂപ്പറായിരുന്നു. അടിപൊളി ഡെക്കറേഷൻസും ഒരു കോൺഫറൻസ് ഹോൾ കംപ്ലീറ്റ് ഞങ്ങളുടെ ഒരു മാത്രം സംഭവം കിട്ടുമായിരുന്നു. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങി. ഫസ്റ്റ് നമ്മളൊരു മാംഗോ സൂപ്പാണ് പറഞ്ഞത്. സോ യെസ്, സ്റ്റാർട്ടർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത് പ്രോൺസ് തവ ഫ്രൈ ആൻഡ് കിങ് ഫിഷ് തവ ഫ്രൈ ആണ്. നമ്മൾ പാലക്കാരായതുകൊണ്ട് തന്നെ ബീഫ് നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നമ്മൾ അടുത്ത മെയിൻ കോഴ്സായിട്ട് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ബീഫാണ്. ബീഫ് സ്റ്റേക്കിൽ വെല്ലാണ്. അതിലൂടെ സ്മാഷ് പൊട്ടറ്റോയും പിന്നെ എന്താ പറയുക വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. സോ പിന്നെ ഫുഡ് ഇത്രയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഫുഡ് കുറച്ചും കൂടെ ഞാൻ കഴിച്ചായിരുന്നു. പിന്നെ ഫുഡ് കഴിയുന്നതിനിടയ്ക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ബസ്സിൻ്റെ ജക്കൂസിൽ ചാടാൻ പോയി. പിന്നെ എനിക്ക് രാത്രിയൊക്കെ ഭയങ്കര തണുപ്പായി. പിന്നെ ഞാൻ ചാടിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അവിടെ അമ്പുവില്യം കളിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കളിക്കാൻ പോയി. നമ്മുടെ സുന്ദരി ഇതാണ്, അമ്പത് വീട്ടാണ്. എൻ്റെ പൊന്നെ, ഇത് സാധനം വാങ്ങി കണ്ട് ബോർഡിലൊക്കെ കൊള്ളുന്നുണ്ട്. മിടിക്കാണ് കേട്ടോ. സൂപ്പറാണ്, സൂപ്പർ. കുറച്ച് നേരം ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് ആരുടെയെങ്കിലുമൊക്കെ ഇവൻറ്റ് സെലിബ്രേറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു റിസോർട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. നേരത്തെ ബുക്ക് ചെയ്താൽ മതി. അവർ പാക്കേജസൊക്കെ അവർ ചെയ്തു തരും. ഞങ്ങൾക്കിപ്പോൾ ഹണിമൂൺ പാക്കേജ് ചെയ്ത് തന്ന പോലെ തന്നെ അവർ എന്ത് വേണം നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. സോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ബൈ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.